കോൺഗ്രസിൻ്റെ ഇനിയും സമുന്നത നേതാക്കന്മാർക്ക് നേരെ അന്വേഷണം പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്ന അവസരത്തിൽ ഗവൺമെൻറ് ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. ആരായിരുന്നാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിയിൽ ഇതിലിടപെടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായത്. പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരും ഇതിൽ പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്നുള്ള കാര്യം വ്യക്തമായി. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരൊക്കെയാണ്? 2 പ്രാവശ്യം പോയി. പ്രൈം മിനിസ്റ്ററുടെ അത്രയും സെക്യൂരിറ്റിയുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിക്കുവാൻ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരും വാങ്ങിയവരും കൊടുത്തവരും എല്ലാവരും ഒരുമിച്ച് പോയില്ലേ? അതിനോടൊപ്പം തന്നെ 2 എംപിമാരും പോയല്ലോ. എംപിമാരെ ഒരാളുടെ ചോദ്യം ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്തവരും ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവരുമായി ബന്ധം വച്ചിട്ടുള്ളതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. സർക്കാരല്ലല്ലോ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SIT പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കുന്നത് കോടതിയാണല്ലോ. അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യട്ടെ. അത്രയ്ക്ക് അവർക്ക് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് കോടതിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം ഉണ്ടല്ലോ. എന്തുകൊണ്ട് 2 കോടിയുടെ ഒരു കഥ ഉണ്ടല്ലോ. ഇപ്പോൾ ആൻ്റണി 2 കോടി രൂപ വാങ്ങിയതിനെ സംബന്ധിച്ചിടത്തോളം കഥ വന്നല്ലോ. അത് ആരാണോ ആർക്ക് വേണ്ടി വാങ്ങി? അതിന് പ്രതിപക്ഷ നേതാവിന് വല്ല പങ്കുമുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് വല്ല പങ്കുമുണ്ടോ? ആ കാശ് എങ്ങനെ വിനിയോഗിച്ചു? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, ദേശീയ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിക്കെതിരെ അവർ ഒരുമിച്ച് നിന്ന് എടുത്ത ഫോട്ടോയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയായല്ലോ. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ആരും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ലല്ലോ. KC വേണുഗോപാൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പ്രതികരണം നടത്തുന്ന ആളാണല്ലോ. ഒരു പ്രതികരണം പോലും നടത്തുന്നതിന് വേണ്ടി തയ്യാറായല്ലോ. അപ്പോൾ ഇത് അന്വേഷണം വന്ന് കോൺഗ്രസിൻ്റെ തലയിൽ ആകെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയുന്ന ഒറ്റ മുദ്രാവാക്യം അഴിമതിയെപ്പറ്റി പറയാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ അഴിമതിയെപ്പറ്റി പറയാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അക്ഷരം പറയാൻ വേണ്ടി കഴിയില്ല. ആകെ ഉള്ള സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആൻ്റണി തന്നെ സമ്മതിച്ചല്ലോ. ആൻ്റണി ഞങ്ങൾ പത്രങ്ങളിലൂടെയാണ് വന്ന വാർത്തകൾ പറയുന്നത്, ടെലിവിഷനിൽ വന്ന വാർത്തയാണ് പറയുന്നത്. ആൻ്റണി സമ്മതിച്ചു, കാശ് കൊടുത്തയാൾ സമ്മതിച്ചു, തിരിച്ചേതാണ്ട് 35-40 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയെന്ന് സമ്മതിച്ചു. ഞങ്ങളാരും പറഞ്ഞ കാര്യമല്ല, പത്രങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. സാഹിത്യകാരൻ സച്ചിദാനന്ദനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത് ഈ തുടർഭരണം വേണ്ടതില്ല, അങ്ങനെ വന്നാൽ ശരിയാകില്ല എന്നതിൻ്റെ പ്രതികരണം നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഭരണത്തിന് വേണ്ടി കേരളത്തിലെ പാർട്ടി സഖാക്കളും അതുപോലെ ജനാധിപത്യ വിശ്വാസികളും അതേപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവരും ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പം ഞങ്ങൾക്കത് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അത്രമാത്രം ജനക്ഷേമപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഇന്നത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള കേരളത്തിലാണ്. ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇനി വരേണ്ടതില്ല, ഈ മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള പ്രസ്താവനയൊക്കെ തന്നെ ആര് നടത്തിയാലും അത് നാട്ടിലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം പല രൂപത്തിൽ പ്രതികരിക്കുമായിരിക്കും. സൈബർ ആക്രമണം കൊണ്ട് എൻ്റെ പെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്താതെയും
കണ്ണുമടച്ചുകൊണ്ട് ഒരു 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 വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി പിന്നെ വരാൻ സാധ്യതയില്ല, മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അതിലൊരു ശരികേടുണ്ട്. ഇപ്പോൾ ഈ കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി ഇത്തരത്തിൽ പാർട്ടി സഖാക്കൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറയുന്നു, അത് പരിഹരിക്കണമെന്ന തരത്തിലൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തുടർഭരണം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുമായിട്ട് പാർട്ടി കേഡർമാർക്ക് ബന്ധം കുറയുന്നതിന് കാരണമായിട്ടുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും ഞങ്ങളുടെ വോട്ടിൻ്റെ ശതമാനം നോക്കിയാൽ അതൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തെ നഷ്ടപ്പെട്ടു, ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പക്ഷെ അവിടെ ആകെ ഈ 101 സീറ്റിൽ നടന്ന മത്സരത്തിൽ ആകെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. ചെറിയ വോട്ടില്ല, ഞങ്ങൾക്ക് വോട്ടിൻ്റെ എണ്ണത്തിൽ കൂടുതലാണ്. ഇപ്പോൾ നേമം നിയോജക മണ്ഡലം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. 25 കോർപ്പറേഷൻ സീറ്റുള്ളതിൽ 19 അവർ ജയിച്ച സ്ഥലമാണ്. ആകെ അവിടെ 5000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പം അങ്ങനെ വോട്ടിൻ്റെ എണ്ണത്തിൽ നിന്നും കുറവ് വന്നിട്ടില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നടന്ന ജാഥ എല്ലാം അതിന് തെളിവാണല്ലോ. സംസ്ഥാന ജാഥയുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മണ്ഡലം ജാഥയുണ്ട്. ആ ജാഥയിലൊക്കെ തന്നെ നല്ല പങ്കാളിത്തമാണ് വന്നിട്ടുള്ളത്. ചില അവസരങ്ങളെല്ലാം തോറ്റുപോകും എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അവസാനമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അല്ലാതെ ഭക്തജനങ്ങളിൽ നിന്ന് സ്വർണം ശേഖരിച്ചതായിട്ട് ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഏത് തരത്തിലുള്ള കൊള്ള നടന്നാലോ കൊള്ള നടത്തിയവരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനൊക്കെ തന്നെ ശേഷിയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ നോക്കിക്കോളൂ. നമ്മുടെ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷവും കൃത്യമായി തന്നെ പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ശേഷം ഉണ്ടായിരുന്നു. കുട്ടികളുടെ അഭിപ്രായം, അധ്യാപകരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, രക്ഷകർത്താക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ തേടിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു സംരംഭം നടത്തി ഒരു പരാതിയുമില്ലാതെ ഏതാണ്ട് 3,80,00,000 പാഠപുസ്തകം കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്രാവശ്യം നിങ്ങൾ നോക്കണം, ഇനി പിന്നെ ലാസ്റ്റ് പരീക്ഷ ആരംഭിച്ചിട്ടില്ല. മാർച്ച് 5-നാണ് നമ്മുടെ SSLC പരീക്ഷ ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ്. അതായത് 3 മാസം, സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മുന്നിൽ ഒരു ചരിത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നടക്കുന്നത് അപൂർവ കാര്യങ്ങളിലൊന്നാണ്.